പുഷ്പങ്ങളുടെ വർണ്ണക്കാഴ്ചയൊരുക്കി മൂന്നാർ പുഷ്പമേളയ്ക്ക് തുടക്കമായി. മൂന്നാർ ബ്ലോസം പാർക്കിൽ ആരംഭിച്ച പുഷ്പമേള ഇടുക്കി എം.പി. ജോയ്സ് ജോർജ് ഉദ്ഘാടനം ചെയ്തു. 11 ദിവസങ്ങളിലായി നടക്കുന്ന പുഷ്പമേളയോടനുബന്ധിച്ച് വിവിധ കലാപരിപാടികളും നടക്കും. തെക്കിന്റെ കാശ്മീരായ മൂന്നാറിലെത്തുന്ന സഞ്ചാരികൾക്ക് വേറിട്ട നിർഭേദങ്ങൾ പകർന്നുകൊണ്ടാണ് മൂന്നാറിൽ 11 ദിവസം നീണ്ടു നിൽക്കുന്ന പുഷ്പമേളയ്ക്ക് തുടക്കമായത്. ഇടുക്കി എം.പി. ജോയ്സ് ജോർജ് പുഷ്പമേള ഉദ്ഘാടനം ചെയ്തു. ജില്ലയുടെ ടൂറിസം വികസനത്തിന് മൂന്നാർ പുഷ്പമേള മുതൽക്കൂട്ടാവുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. വികസനം ഏതാണ്ട് പൂർണ്ണമായും യാഥാർത്ഥ്യമാക്കുന്ന തരത്തിലേക്ക് എത്തുകയാണ്. പൂവിനൊരു പ്രത്യേകതയുണ്ട്. പൂ എന്നും എല്ലാ കാലത്തും അത് ശലഭങ്ങളെ ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വളരെ ഭംഗിയോടുകൂടി രൂപപ്പെട്ടു വരുന്നത്. പുഷ്പമേളയോടനുബന്ധിച്ച് സഞ്ചാരികൾക്കായി നിരവധി കലാപരിപാടികളും നഗരിയിൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. അവധിക്കാലമായതിനാൽ തന്നെ സഞ്ചാരികളുടെ എണ്ണത്തിലും ഗണ്യമായ വർധനയുണ്ട്. നിരവധി അപൂർവ ഇനം പുഷ്പഫല സസ്യങ്ങളും നാടൻ പുഷ്പങ്ങളും സന്ദർശകർക്ക് വിരുന്നൊരുക്കുകയാണ്. ഓർക്കിഡ്, ആന്തൂറിയം, റോസ് തുടങ്ങിയ ഇനങ്ങളുടെ വിവിധ വകഭേദങ്ങളും പ്രദർശന നഗരിയിലുണ്ട്. പൂക്കളെല്ലാം നന്നായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്, കാണാൻ നല്ല ഭംഗിയുണ്ട്. ഞങ്ങളത് ആസ്വദിച്ചു, ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ തൃശ്ശൂർ ചാവക്കാട് വരണം, കുഴപ്പമില്ല, നല്ല ഭംഗിയായിട്ട്. മൂന്നാറ് ഇതുവരെ വന്നതിലും മെച്ചപ്പെട്ടിട്ടുണ്ട്. 1 ലക്ഷത്തോളം സന്ദർശകർ ഇത്തവണ എത്തുമെന്നാണ് സംഘാടകരുടെ പ്രതീക്ഷ. നവീകരിച്ച ഹൈഡൽ പാർക്കിൽ ആദ്യമായി നടക്കുന്ന പുഷ്പമേളയിൽ സഞ്ചാരികൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത വിധമാണ് സ്റ്റാളുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. 3 വർഷം കൊണ്ട് ഊട്ടി പുഷ്പമേളയോട് കിടപിടിക്കും വിധം മൂന്നാർ പുഷ്പമേളയെ മാറ്റാനാണ് സംഘാടകരുടെ ശ്രമം. മൂന്നാറിൽ നിന്നും ജെൻസൺ ക്ലമന്റിനൊപ്പം റിപ്പോർട്ടർ ഇടുക്കി.